Hello, hi. This video is all about the journey to witness the magical northern lights. അപ്പോൾ ഞങ്ങൾ പോയത് ട്രോംസോയിലോട്ടാണ്, നോർവേ. എയർബിഎൻബി ഒക്കെ നല്ല അടിപൊളി എയർബിഎൻബി ആയിരുന്നു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. വെതർ വാസ് തല്ലിപ്പൊളി വെതർ. കാരണം ഞങ്ങൾ പോയ ആ വീക്ക് ഏറ്റവും മോശമായ വെതറായിരുന്നു. സോ ഫസ്റ്റ് ഡേ ഓഫ് ഹണ്ടിങ് എന്ന് പറയുന്നത് മഴയായിരുന്നു, ഫുൾ ക്ലൗഡി ആയിരുന്നു. അപ്പം നമ്മളൊരു ഒരു ലക്ഷ്യമിട്ട് ഒരു സ്ഥലത്തൊക്കെ പോയി. അപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ വാനനിരീക്ഷണ ആളുണ്ടായതുകൊണ്ട് നമ്മളിതെല്ലാം ശരിയാക്കിയെടുത്തു. കണ്ടൊന്നുമില്ല. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് അവിടെ ഒരു ചെറിയ പച്ച കണ്ടത്. ആക്ച്വലി KPI ഇൻഡെക്സ് ഒക്കെ നല്ല സൂപ്പർ ഹൈയിലായിരുന്നു. കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ട്രോംസോ ടൗൺ എല്ലാം കറങ്ങി. പിന്നെ അങ്ങനെ സെക്കൻഡ് ഡേ ഓഫ് ഹണ്ടിങ്ങിന് അങ്ങ് ഇറങ്ങി. നമ്മൾ കാറ് ഹയർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേ എന്ന് പറയണത് ഫസ്റ്റ് ഡേനേക്കാളും മോശമായിരുന്നു. സ്നോ സ്റ്റോം ഒക്കെ ആയിരുന്നു ട്രോംസോയിൽ. അപ്പോൾ ഇതൊരു 2.5 hours ഓഫ് ജേർണി ആയിരുന്നു ത്രൂ ദ സ്നോ സ്റ്റോം. ഭയങ്കര റിസ്കി ആയിരുന്നു. വഴിയൊന്നും കാണുന്നുണ്ടായില്ല, പതുക്കെയാണ് പോയത്. പിന്നെ എന്താ പറയുക, വഴിയിലൊക്കെ ഇങ്ങനെ 2-3 കാർസ് ഓഫ് റോഡ് പോയി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫിൻലാൻഡിൻ്റെ ബോർഡർ കടന്നപ്പോൾ വെതറൊക്കെ പയ്യെ മാറി തുടങ്ങി. നമുക്ക് ഒരു ഹോപ്പും ഉണ്ടായിരുന്നില്ല, പോകണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നമ്മൾ ലക്ഷ്യമിട്ട സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് തിരിച്ച് വരാൻ കണ്ടില്ലേലോ എന്നാണ് വിചാരിച്ചത്. വഴിയിൽ നമ്മൾ ഈ റെയിൻഡീറിനെയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തെത്തി. ഒരു ഹണ്ടിങ് ബസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വേഗം സൈഡാക്കി നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് മക്കളെ. നല്ല ആക്ടിവിറ്റി ഉള്ള സമയത്ത് വി കുഡ് സീ ദെയർ ആക്ച്വലി എന്തോ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് ക്യാമറയിലൂടെ കണ്ടപ്പോൾ വർത്ത് ഇറ്റ് എന്ന് മനസ്സിലായി. കാരണം വെറും പച്ച മാത്രമല്ല ഞങ്ങൾ കണ്ടത്. ലൈക്ക് വി സോ ഓൾ ദ കളേഴ്സ്. So our mission was accomplished, and thank you to Finland and to our tour planner. ടൂറ് പ്ലാൻ ചെയ്ത് വെതർ കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ സ്ഥിതിയെന്ന്. പിന്നെ പോകുന്ന വഴിയിൽ പാട്ടൊക്കെ ശോകമായിരുന്നു. നമ്മൾ കുത്തി പറയുന്ന പോലെയായിരുന്നു. എന്തായാലും സാധനം കണ്ടുകെട്ടി ഞങ്ങൾ ഹാപ്പിയായി തിരിച്ചു പോന്നു.